നിങ്ങളെ പല്ലിന് കേട് വന്നിട്ടുണ്ടോ? ഇല്ലേ? ഇതെപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായേ? ഹോൾ വന്നപ്പോഴാണോ അതോ വേദന ഉണ്ടായപ്പോഴാണോ? ഇതിലേതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇനി ഈ രണ്ട് സിറ്റുവേഷനും തന്നെ പല്ലിൻ്റെ കേടിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് ഇതിന് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ചിലവ് വരും. പക്ഷേ നിങ്ങൾ ഈ പല്ലിലെ കേട് ആദ്യം തന്നെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കേട് സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് പഴയ രൂപത്തിലാക്കാൻ പറ്റും ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ. ചില കേസിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ ആ പല്ല് ശരിയാക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പല്ലിന് വന്ന കേട് എങ്ങനെ ആദ്യം തന്നെ മനസ്സിലാക്കുക, അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ എങ്ങനെ മനസ്സിലാക്കാമെന്നും ഇനി അഥവാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇത് കൂടുതൽ വഷളാവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് പല്ലിന് വരുന്ന കേട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പല്ല് കേട് വരുന്നത് എന്നുള്ളതൊന്ന് സിമ്പിളായിട്ട് പറയാം. നിങ്ങളുടെ വായിനകത്തുള്ള ബാക്ടീരിയ, എൻ്റെ വായിനകത്തും എല്ലാവരുടെ വായിനകത്തുള്ള ബാക്ടീരിയ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഫുഡിൽ കുറേ സമയം പ്രവർത്തിച്ചിട്ട് ഒരു ആസിഡ് ഉണ്ടാക്കും. ഈ ആസിഡ് നമ്മുടെ പല്ലിൻ്റെ ഓരോ ലെയറിനെ ഇങ്ങനെ മെല്ലെ മെല്ലെ ദ്രവിപ്പിച്ചിട്ട് ആ പല്ല് കേടുവരാൻ തുടങ്ങും. അങ്ങനെയാണ് പല്ലിൻ്റെ കേട് തുടങ്ങുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല. കുറേ മാസങ്ങളെടുത്തിട്ടാണ് നമ്മളെ പല്ലിന് ഇങ്ങനെ ഒരു ചേഞ്ചസ് സംഭവിക്കുക. ഈ പല്ല് കേടുവരുന്നതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരിക്കും. അത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അതായത് ഒരു വേദനയോ പുളിപ്പോ ഒന്നും ഉണ്ടാവില്ല. ഈ പല്ലിൻ്റെ ലെയറുകൾ ഇങ്ങനെ ദ്രവിച്ച് ഉള്ളിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പുളിപ്പായിട്ടോ അല്ലെങ്കിൽ വേദനയായിട്ടൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷേ അല്ലാതെ തന്നെ വേറെ കുറച്ച് സിമ്പിൾസ് നമ്മളെ പല്ല് കാണിച്ചു തരും. അതെന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തത്, പല്ലിന് വരുന്ന വെളുത്ത പാടുകൾ അല്ലെങ്കിൽ ചോക്കിൽ ഈ ബോർഡിൽ എഴുതുന്നത് ആ ചോക്ക് നിറത്തിലുള്ള പാടുകൾ നമ്മളെ പല്ലിൽ കാണുന്നുണ്ടെങ്കിൽ അത് കേടുവരുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ്. ഇതിനർത്ഥം, അതായത് ഈ വെളുത്ത പാടുകൾക്കർത്ഥം നിങ്ങളുടെ പല്ലിൻ്റെ ഇനാമിൽ നിന്ന് മിനറൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ. ഈ വെളുത്ത പാടുകൾ സാധാരണ കാണുക പല്ലിൽ മോണക്കടുത്തായിട്ടായിരിക്കും കാണുക. മോസ്റ്റ്ലി നമ്മുടെ മുൻഭാഗത്തുള്ള പല്ലിൽ മോണക്കടുത്തായിട്ടായിരിക്കും പല്ലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മുൻഭാഗത്തായിട്ടായിരിക്കും കാണുക. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ കണ്ണാടിയിൽ നിങ്ങളെ പല്ലിൻ്റെ താഴെ ഒരു വെള്ള സ്പോട്ട് ഉണ്ടോ എന്നുള്ളത്, ഒരു വര പോലെ ഉണ്ടാവും. ഇനി ബാക്കിലെ പല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ല് കവളിനോട് ചേർന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയും മോണൻ്റെ അടുത്തായിട്ടായിരിക്കും ഈ വെളുത്ത പാടുകൾ കാണപ്പെടുക. ഇതൊരു വെളുത്ത കളറായതുകൊണ്ട് തന്നെ പലരും ഇത് കേടല്ല, പല്ല് വെളുത്താണെന്നൊക്കെ വിചാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട് കേട് വരുന്നതൊക്കെ. പക്ഷേ ഈ വൈറ്റ് പാച്ചസ് വരുന്ന കേസ് അല്ലെങ്കിൽ വെളുത്ത പാടുകളുള്ള കേസിൽ ചില കേസിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് പല്ലിനെ പഴയ രൂപത്തിലേക്കാക്കി മാറ്റാൻ പറ്റും. പക്ഷേ എല്ലാ വൈറ്റ് സ്പോട്ടും പഴയ രൂപത്തിലേക്കാക്കി മാറ്റാൻ പറ്റുമെന്ന് പറയുന്നില്ല. ചില വൈറ്റ് സ്പോട്ട് ഇങ്ങനെ അവിടുന്ന് അടർന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പഴയ രൂപത്തിലേക്കാക്കാൻ പറ്റില്ല. ഇനി എല്ലാ പല്ല് കേടുവരുന്നതും ആദ്യം വൈറ്റ് സ്പോട്ട് ആയിട്ടാണോ ചോദിച്ചാൽ അങ്ങനെ പറയാനും പറ്റില്ല കേട്ടോ. എല്ലാ കേസിലും അല്ലെങ്കിൽ എല്ലാ പല്ലിലും കേടുവരുന്നത് വൈറ്റ് സ്പോട്ട് ആയിട്ടല്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിലും വൈറ്റ് സ്പോട്ട് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ചില ഭാഗത്ത് വേറെ അടയാളങ്ങളാണ് കാണിക്കുക, വൈറ്റ് സ്പോട്ട് ആവണമെന്നില്ല. ഇനി രണ്ടാമത്തെ ലക്ഷണം, ഇത് കുറേ പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, എന്നാലും നമ്മൾ മൈൻഡ് ആക്കാതെ വിടാറാണ് പതിവ്. അതായത് പല്ലിന് വരുന്ന പുളിപ്പ്, തണുത്തതോ മധുരമുള്ളതോ കഴിക്കുമ്പോൾ പല്ലിന് ഭയങ്കര പുളിപ്പ് വരുന്നത്, അത് ചിലപ്പോൾ പല്ല് കേട് വരുന്നതിൻ്റെ ലക്ഷണമാവാം. അതായത് നിങ്ങളുടെ പല്ലിലെ കേട് പല്ലിൻ്റെ രണ്ടാമത്തെ ലെയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പുളിപ്പ് തോന്നും. ആ സമയത്ത് നിങ്ങൾ കുറേ ടൂത്ത് പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കേസിൽ നിങ്ങൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. ഇനി അടുത്ത ലക്ഷണം, പല്ലിൽ കാണുന്ന ബ്ലാക്കിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് പാടുകൾ അല്ലെങ്കിൽ പല്ലിന് വരുന്ന കളർ മാറ്റം. ഇത് പല്ല് കേടുവരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് നമ്മളെ പല്ലിൽ ചവക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ബാക്കിലെ പല്ലിലൊക്കെ ചവക്കുന്ന ഭാഗത്താണ് ഇത് മെയിനായിട്ട് കാണുക. പലരും ഇത് കറയായിട്ടൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. എല്ലാ കേസിലും ഇത് കറയല്ല, ഇത് ചിലപ്പോൾ കേടിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആവും. പക്ഷേ എല്ലാ ബ്ലാക്കിഷ് കളറും കേടാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കേടാണോ അല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തട്ടോ. നിങ്ങളെ പല്ല് ബ്ലാക്കിഷ് കളറായി വരുന്നുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പല്ലിൻ്റെ ഉള്ളിൽ കേടുണ്ടെന്നാണ്. ഇത് ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പുറത്തേക്കൊരു ബ്ലാക്കിഷ് കളർ പോലെ ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത ലക്ഷണം, പല്ലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നെ ഫുഡ് ഇങ്ങനെ കുടുങ്ങിയിരിക്കുക. ഒരു ഭാഗത്ത് തന്നെ ഫുഡ് കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ ഭാഗത്ത് പെട്ടെന്ന് ഡീക്കേ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് സൈഡിൽ വരുന്ന ഡീക്കേസ് നിങ്ങൾക്ക് ഒരിക്കലും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് കൺഫേം ചെയ്യുക, ആ ഭാഗത്ത് ഡീക്കേ ഇല്ലല്ലോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. ഇതൊക്കെയാണ് പല്ലിന് കേടുവരുന്നതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജസ് കേട്ടോ. ബാക്കിയുള്ള വേദന, കേടുവരുന്നത് അല്ലെങ്കിൽ ഹോള് വരുന്നത് ഇതൊക്കെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേജസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും വെളുത്ത പാടോ കറുത്ത പാടുകളോ അല്ലെങ്കിൽ പല്ല് പുളിപ്പോ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വെളുത്ത പാടാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ സ്റ്റാർട്ടിങ്ങുള്ള വെളുത്ത പാടുകൾ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ പല്ലിനെ പഴയ രൂപത്തിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വെളുത്ത പാടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രോപ്പർ ബ്രഷിങ് ചെയ്യുക. അതായത് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കൊണ്ട് തന്നെ ബ്രഷ് ചെയ്യുക. ആദ്യം ടൂത്ത് പേസ്റ്റ് കുറച്ച് അവിടെ അപ്ലൈ ചെയ്തിട്ട് ആ ടൂത്ത് പേസ്റ്റ് കൊണ്ട് ബ്രഷ് ചെയ്യുക.
പിന്നെ ഡയറി പ്രോഡക്റ്റ്സ് നന്നായിട്ട് കഴിക്കുക, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കഴിക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സലൈവയിൽ കുറച്ച് കൂടുതൽ കാൽഷ്യം ഉണ്ടാവും. അപ്പോൾ മിനറൽസ് ഡെപ്പോസിഷൻ സലൈവൻ തന്നെ ഓട്ടോമാറ്റിക്കലി നടക്കും. അടുത്തതായിട്ട് നിങ്ങൾ ഷുഗറി ഡ്രിങ്ക്സ്, ഷുഗറി സ്നാക്സ് ഒക്കെ കഴിക്കുന്നതൊന്ന് കുറക്കുക. പിന്നീട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ സിറ്റുവേഷൻ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഷുഗർ ഫ്രീ ഗം, അതായത് സൈലിറ്റോൾ അടങ്ങിയിട്ടുള്ള ചൂയിങ് ഗം ചവക്കുക. ഇനി ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒരു ഫ്ലൂറൈഡ് അതിൻ്റെ മേലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതും പഴയ രൂപത്തിലേക്ക് ആവാൻ നല്ല ചാൻസസ് ഉണ്ട്. ഇനി വേറൊരു കാര്യം, എല്ലാ വൈറ്റ് പാച്ചസും പഴയ രൂപത്തിലേക്കാവില്ല. ചില വൈറ്റ് പാച്ചസ് പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള വൈറ്റ് പാച്ചസ് ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ സിറ്റുവേഷൻ നിങ്ങൾ പേസ്റ്റ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഫ്ലൂറൈഡ് അപ്ലൈ ചെയ്തിട്ടും ഒന്നും കാര്യം ഉണ്ടാവില്ല. ഈ സമയത്ത് നിങ്ങൾ ആ പല്ലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത സിറ്റുവേഷൻ പല്ലിന് വരുന്ന പൊളിപ്പ്. ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഡെൻറ്റിസ്റ്റിന് അടുത്ത് പോയിട്ട് ഈ പല്ലിന് കൂടുതൽ ഡാമേജ് ഇല്ലല്ലോ മനസ്സിലാക്കുക. മോസ്റ്റ്ലി ഈ കേസസിൽ ഒരു ചെറിയ ഫില്ലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലുപൊളിപ്പ് നിൽക്കും. പക്ഷേ പല്ലുപൊളിപ്പ് നിൽക്കുമ്പോഴേക്കും ഇത് ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ടാകും. അതായത് പല്ലിന് വന്ന കേട് നല്ല ഡീപ്പായി പോയിട്ടുണ്ടാകും. പക്ഷേ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫില്ലിങ്ങിൽ ആ പല്ല് ശരിയാക്കാൻ പറ്റും. ഇനി അടുത്ത സിറ്റുവേഷൻ ബ്ലാക്കിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് പാടുകൾ വരുന്ന സിറ്റുവേഷൻ. ഈ കേസിലും നിങ്ങൾ ഡെൻറ്റിസ്റ്റ് അടുത്ത് പോവുക. ആ ചെറിയ ഒരു ബ്ലാക്കിഷ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ചെറിയ ഫില്ലിംഗ് വെക്കാവുന്ന കേസേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങളത് മൈൻഡാക്കാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് പല്ല് കൂടുതൽ ദ്രവിച്ച് താഴേക്ക് പോവേ ഉള്ളൂ. അല്ലാതെ ആ ഭാഗം വെച്ച് സ്റ്റോപ്പ് ആവാൻ ഒരു ചാൻസ് ഇല്ല. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫുഡ് ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് എന്താണ് അതിനുള്ള കാരണം എന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ ഭാഗത്ത് വലിയ കേട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾ മൈൻഡാക്കാതിരിക്കുകയാണെങ്കിൽ ഈ കേട് മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് പോയി മജ്ജയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, കവർ ഇടണം, പിന്നെ ആകെ എക്സ്പെൻസ് ആവും. അതെല്ലാം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണമെങ്കിൽ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് ശരിയാക്കാനും പറ്റും. വേറൊരു സംഭവമുണ്ട്, ചിലർക്ക് പല്ല് കേട് വന്നാലും പല്ല് പൊളിപ്പും വേദന ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ അതിനർത്ഥം പല്ലിന് പ്രശ്നമില്ല എന്നല്ല. ഈ പല്ല് ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടേയിരിക്കും. പല്ലിന് വന്ന കേടുണ്ടെങ്കിൽ കേട്ടോ, പല്ല് ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് പല്ല് ഇങ്ങനെ പൊട്ടിപ്പോവും. അവർക്ക് ഒരു ഫീലിംഗും ഉണ്ടാവില്ല, അവർക്കൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ വേദന ഉണ്ടാവില്ല, പൊളിപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് ഇങ്ങനെ പല്ല് വീക്കൊക്കെ വരും, എന്നാലും വേദന ഉണ്ടാവില്ല. പക്ഷെ അതിനർത്ഥം പല്ല് ഓക്കെ ആണെന്നല്ല, പല്ല് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, പല്ല് കേടുവന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം ഡിലേ ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് എക്സ്പെൻസ് ആവുകയാണ് ചെയ്യുക. ആ പല്ല് ശരിയാക്കാനുള്ള എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പല്ലിൽ കേട് കണ്ടുപിടിക്കുന്നു അത്രയും സിമ്പിളായിട്ട് നിങ്ങളെ പല്ലിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റും. ഇനി ഈ പല്ലിൽ വരുന്ന കേട് എങ്ങനെ വീട്ടിലിരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പറയാം. ഒരു മിററും ലൈറ്റും എടുത്തിട്ട് പല്ലിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് മിററിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുത്തിട്ടും ഇത് ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾ നാവും കൊണ്ട് തന്നെ ഒന്ന് എല്ലാ പല്ലിൻ്റെ ചുറ്റൊന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ സമയത്ത് നിങ്ങൾ ഭയങ്കര റഫായിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം കേടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഇനാമൽ എപ്പോഴും സ്മൂത്ത് ആയിട്ടിരിക്കും. പിന്നെ പല്ലിൻ്റെ ഇടയിൽ വരുന്ന കേട് മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പുണ്ട്. ഫ്ലോസ് എടുത്തിട്ട് പല്ലിൻ്റെ ഇടയിലിട്ട് നോക്കുക. ഫ്ലോസ് പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉരഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ കേടുണ്ടെന്നാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് വെളുത്ത പാട് അല്ലെങ്കിൽ പല്ലിൽ വരുന്ന കളർ മാറ്റം, ബ്ലാക്കിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് കളർ, അല്ലെങ്കിൽ പല്ലിൽ വരുന്ന പുളിപ്പ്, ഇതിലേതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഉണ്ടോ നോക്കുക. അഥവാ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ നിങ്ങളെ പല്ല് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ വഴി നിങ്ങളുടെ പല്ലിലെ കേട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.